എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ജോബ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു മികച്ച ജോലിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സ്ഥിരതയുള്ള കരിയർ, നല്ല ശമ്പളം കൂടാതെ ഭാവി സുരക്ഷ, ആൾ ഇൻ വൺ പാക്കേജ് എന്നതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ സ്വപ്നം കാണുന്ന ജോലിയാണ് കേന്ദ്ര സർക്കാർ ജോലി. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫയർമാൻ തസ്തികയിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഇത് സാധാരണ ഒരു ജോലി അവസരം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഒരു വലിയ അവസരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും വിശദമായിട്ട് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ ജോലി തേടുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാൻ മറക്കരുത്. ഇനി ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദ വിവരത്തിലോട്ട് കടക്കാം. ആദ്യമായി ഈ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് ഫേസ് 14 നോട്ടിഫിക്കേഷൻ വഴിയാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാന ഘട്ടമാണിത്. അതിനുള്ളിൽ തന്നെയാണ് ഫയർമാൻ തസ്തികയും ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിലെ പോസ്റ്റ് കോഡ് വരുന്നത് SR10926 ആണ്. പോസ്റ്റ് നെയിം ഫയർമാൻ ആണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. ലെവൽ ഓഫ് എക്സാമിനേഷൻ 10th ലെവലാണ്, മെട്രിക്കുലേഷൻ ലെവലാണ്. ഇത് വളരെ പ്രധാനമാണ്, കാരണം ഇത് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്ന ഒരു അവസരമാണ്. ഇനി എക്സാം സെന്ററുകൾ നോക്കാം. കേരളത്തിലെ അപേക്ഷകർക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ എക്സാം സെന്ററുകൾ നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ദൂരയാത്രയുടെ ബുദ്ധിമുട്ട് കുറയുന്നു. ഫയർമാൻ മാത്രമല്ല, ഇതുപോലെ തന്നെ അടുത്ത കാലത്ത് വരാനിരിക്കുന്ന ചില പ്രധാന എക്സാമുകൾ ആർമി അഗ്നിവീർ, ക്ലർക്ക്, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ, ഡൽഹി പോലീസ് CPO, SSC GD കോൺസ്റ്റബിൾ, റെയിൽവേ ഗ്രൂപ്പ് D, ഇന്റലിജൻസ് ബ്യൂറോ IB. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ഫീസ് നോക്കാം. ജനറൽ OBCക്ക് 100 രൂപയും SC ST ഫീമെയിലിന് ഫീസ് ഇല്ല. ഇനി യോഗ്യത എന്താണെന്ന് നോക്കാം. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത വളരെ ലളിതമാണ്. മിനിമം ക്വാളിഫിക്കേഷൻ 10th പാസ് ആണ്. അഡീഷണൽ റിക്വയർമെന്റ് ഉണ്ട്. പ്രീ സി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആണ് ചില സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായേക്കാം. ഇനി ശമ്പളം നോക്കാം. ഈ ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം 19,900 മുതൽ 63,200 വരെയാണ് ബേസിക് പേ ആയിട്ട് ലഭിക്കുന്നത്. ഇതിന് പുറമെ ലഭിക്കുന്ന അലവൻസുകൾ DAHRI, ട്രാവൽ അലവൻസ്, ഇതൊക്കെ ചേർന്ന നല്ലൊരു മാസ വരുമാനം ലഭിക്കും. ഇനി പ്രായപരിധി നോക്കാം. മിനിമം ഏജ് വരുന്നത് 18 വയസ്സാണ്. മാക്സിമം ഏജ് 25 വയസ്സാണ്. ചില വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കും. ഇനി അപേക്ഷാ പ്രക്രിയ നോക്കാം. ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടത് SSC ഓൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. SSC വെബ്സൈറ്റിൽ പോവുക, ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക, പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക, ഫയർമാൻ പോസ്റ്റ് തിരഞ്ഞെടുക്കുക, അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് വായിക്കുക, ശരിയായ വിവരങ്ങൾ മാത്രം നൽകുക, അവസാന തീയതിക്ക് മുമ്പ് അപേക്ഷിക്കുക. ഇതൊരു മികച്ച അവസരമാണ്, പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക്. നിങ്ങൾ ശരിയായ രീതിയിൽ തയ്യാറെടുത്താൽ ഈ ജോലി നേടുന്നത് അസാധ്യമല്ല. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്താം. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കാം. എല്ലാവർക്കും ആശംസകൾ. നിങ്ങളുടെ സർക്കാർ ജോലി സ്വപ്നം സഫലമാകട്ടെ. ഇനിയും ഇതുപോലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താം. കൂടാതെ ജോലി തേടുന്ന സുഹൃത്തുക്കൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.